നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് അടയ്ക്കാൻ പാഞ്ഞിറങ്ങിയ ഇറാൻ സേനയുടെ പത്തിക്കടിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഹോർമുസ് പാത കടന്ന് 3 ഇന്ത്യൻ കപ്പലുകൾ. മറ്റ് കപ്പലുകൾ ഹോർമുസ് മുറിച്ചു കടക്കാൻ ഭയപ്പെട്ട് പിന്മാറിയപ്പോൾ 94 നാവികരുമായി ഇന്ത്യൻ കപ്പലുകൾ ചീറിപ്പാഞ്ഞത്. ഇന്ത്യൻ നീക്കത്തിൽ കലിയിളകി ഇറാൻ സൈന്യം. എന്നാൽ അവർക്കൊന്ന് തൊടാൻ പോലും കഴിയും മുൻപ് ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് പാത കടന്നു കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ കൃത്യമായ ഇടപെടലിലാണ് ഹോർമുസിൽ കുടുങ്ങുമായിരുന്ന കപ്പലുകൾ തലയെടുപ്പോടെ പുറത്തു കടന്നത്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലും അമേരിക്കയുടെ നയതന്ത്ര വഞ്ചനയിലും പ്രതിഷേധിച്ച് ഇറാൻ സൈന്യം കൊലവെറിയിൽ നിൽക്കുകയായിരുന്നു. ഇനി നയതന്ത്രമില്ല, ചർച്ചയില്ല, യുദ്ധമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹോർമുസ് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കപ്പൽ പാത അടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജയശങ്കർ എന്തിനും തയ്യാറായി നിൽക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. തുടർന്നാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നാവികരുടെ ഇടപെടൽ. ഏറ്റവും വലിയ ഭീതി ഉയർത്തിയത് ഇറാൻ സൈന്യത്തിനൊപ്പം മറ്റൊരു വഴിക്ക് ഹൂതി വിമതരും ഹോർമുസ് ഭാഗത്തുണ്ടായിരുന്നു. കപ്പൽ ഹോർമുസ് കടക്കുമ്പോൾ അവരുടെ കണ്ണിൽ പെട്ടിരുന്നുവെങ്കിൽ ആക്രമിക്കപ്പെടുമായിരുന്നു. എന്നാൽ ലവലേശം കൂസാതെ ഇന്ത്യ പണി നടത്തി പുറത്തിറങ്ങി. അസംസ്കൃത എണ്ണക്കപ്പലുകൾ സുരക്ഷിതമായി പാത കടന്നത് വലിയ വിജയമാണ്. ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു നാടകീയമായ ഈ നീക്കം നടന്നത്. കപ്പലുകൾ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര തുടരുകയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. ബ്ലൂംബർഗ് പുറത്തുവിട്ട കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ദേശ് വിഭോർ എന്ന കപ്പൽ കടലിടുക്കിലൂടെ നീങ്ങുന്നതിനിടെ US സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തെക്കൻ പാതയിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇറാൻ തീരത്തേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഒടുവിൽ അതീവ സങ്കീർണമായ സാഹചര്യത്തിൽ മറികടന്ന് ദേശ് വൈഭവ്, ദേശ് വിഭോർ, സൻമാർ ഹെറാൾഡ് എന്നീ 3 ഇന്ത്യൻ ടാങ്കറുകളും അന്താരാഷ്ട്ര ജല അതിർത്തിയിൽ പ്രവേശിച്ചു. ഈ കപ്പലുകളിലായി ആകെ 8,60,000 ടണ്ണിലധികം അസംസ്കൃത എണ്ണയുണ്ടെന്നും ജൂൺ 24-നും ജൂലൈ 1-നും ഇടയിൽ ഇവ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ദേശ് വൈഭവ്, ദേശ് വിഭോർ എന്നിവ ജൂൺ 24-ന് ഗുജറാത്തിലെ വാഡിനാർ, സിക്ക തുറമുഖങ്ങളിലും ഏറ്റവും ഒടുവിൽ കടലിടുക്ക് പിന്നിട്ട സൻമാർ ഹെറാൾഡ് ജൂലൈ 1-ന് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തും എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും നാവികരുടെ സുരക്ഷയ്ക്കും സർക്കാർ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് സർബാനന്ദ സോനോവാൾ കൂട്ടിച്ചേർത്തു. അതേസമയം 10 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ ഭാഗമായി ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാമെന്ന ഇറാന്റെ ഉറപ്പിന്മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ വ്യാപാര ഉപരോധം വ്യാഴാഴ്ച പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ ലെബനനിൽ ആക്രമണം തുടരുന്നതും US തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ ഇറാൻ സംയുക്ത സൈനിക കമാൻഡ് കടലിടുക്ക് വീണ്ടും അടച്ചതായി പ്രഖ്യാപിച്ചത്. ആക്രമണം തുടർന്നാൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുമെന്നും ഇറാൻ സൈന്യം ഔദ്യോഗിക ടെലിവിഷനിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കപ്പൽപാതയുമായ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ വൻ നയതന്ത്ര വിജയവുമായാണ് ഇതിനെ കാണുന്നത്. വിദേശകാര്യ മന്ത്രാലയവും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും സംയുക്തമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങളിലൂടെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് പുറത്തു കടക്കാനായത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തങ്ങളെ വഞ്ചിച്ചുവെന്ന കൊലവെറിയിലാണ് ഇറാൻ സൈന്യം. ഒരു വശത്ത് ചർച്ചയും മറ്റൊരു വഴിക്ക് ഇസ്രയേൽ ലെബനനിൽ ആക്രമണവും അഴിച്ചുവിടുന്നു. ഇതൊന്നിച്ചു പോകില്ല എന്നും ട്രംപിന്റെ കുടിലതയാണ് ഇതിന് പിന്നിലെന്നും IRGC കല്ലുതുള്ളുന്നു. അവർക്കുള്ള മറുപടി ഹോർമുസ് ആണെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ജലപാത വീണ്ടും അടച്ചത്. ഏത് കപ്പൽ കടന്നുപോയാലും ആക്രമിക്കുമെന്നായിരുന്നു ഇറാൻ സൈന്യം വെല്ലുവിളിച്ചത്. ആ ഭീഷണി മറികടന്നാണ് ഇന്ത്യൻ കപ്പലുകൾ പുറത്തെത്തിയത്. ഇന്ത്യൻ നാവികരുടെയും ലൈഫ് ലൈനുകളുടെയും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഞങ്ങളുടെ മന്ത്രാലയം എല്ലാ ഏജൻസികളുമായും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. നാവികർക്ക് ഒരു അപകടവും സംഭവിക്കാതെ അവരെ തിരികെ എത്തിക്കും എന്ന് തന്നെയാണ് ജയശങ്കർ ഉറപ്പുകൊടുത്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ സൈനിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതുവഴി സഞ്ചരിക്കുന്ന കപ്പലുകൾ പാതയും റൂട്ടും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ 48 മണിക്കൂർ മുൻപ്
ഹോർമുസ് അതോറിറ്റിക്ക് അപേക്ഷയായി നൽകണമെന്ന നിർബന്ധിത വ്യവസ്ഥ ഇറാൻ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 50%, LNG ഇറക്കുമതിയുടെ 54% ഈ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. US ഉപരോധത്തെ തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾ അടക്കം മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നീട് US-ഉം ഇറാനും തമ്മിൽ സമാധാന ധാരണയിലെത്തുകയും സൈനിക ഉപരോധം നീക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കപ്പെട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ ഇറാനും US-ഉം തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചതോടെ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ഉയർന്ന ജാഗ്രതയാണ് പുലർത്തുന്നത്. കപ്പൽ ഗതാഗതം പൂർണ്ണമായി പഴയതുപോലെ സാധാരണ നിലയിലാകാൻ ആഴ്ചകളോ അതിൽ കൂടുതലോ സമയമെടുക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമുസിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുന്നത്. ഒരു വഴിക്ക് സമാധാന ചർച്ച നടക്കുമ്പോഴും പശ്ചിമേഷ്യ പുകയുകയാണ്. ഇറാൻ ഭരണകൂടത്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന കരാറിനെ എതിർത്ത് നിൽക്കുകയാണ് ഇറാൻ സൈന്യം. ലെബനനിൽ ഇസ്രയേൽ അടിക്കുന്ന ഓരോ അടിക്കും മറുപടി പറയിക്കുമെന്ന് IRGC പറയുന്നു. അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പിട്ടത് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ IRGC തയ്യാറാകുന്നില്ല. ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. വെടിനിർത്തൽ നിലനിൽക്കുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ പിരിക്കില്ല. 60 ദിവസത്തിന് ശേഷം ടോൾ ഉണ്ടാവില്ല. എന്നാൽ കരാറിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കാവൽ മാലാഖ എന്ന നിലയ്ക്ക് നൽകിയതും നൽകാൻ പോകുന്നതുമായ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ US-ന് ടോൾ ഈടാക്കാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ പ്രധാന വ്യവസ്ഥകൾ കൂടി നമുക്ക് നോക്കാം. ലെബനൻ അടക്കം എല്ലാ വിഭാഗങ്ങളും സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്തണം. ഇറാനിൽ ഏർപ്പെടുത്തിയ നാവിക വിലക്ക് US 30 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും. അതുവരെ യുദ്ധത്തിന് മുൻപ് ഇറാനിലേക്കുണ്ടായിരുന്ന ഗതാഗതത്തിന് ആനുപാതികമായ കപ്പലുകൾക്ക് അനുമതി നൽകും. ഹോർമുസ് കടലിടുക്ക് തുറക്കും. 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ നൽകേണ്ട. പിന്നീട് ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് ഹോർമുസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശാലമായ കരാറിൽ ഇറാൻ എത്തണം. ഇറാന്റെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $30,000 കോടി ഫണ്ട്. ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കും. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കില്ല. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം IAEA-യുടെ മേൽനോട്ടത്തിൽ മാറ്റും. ഇതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ അതുതന്നെ ഇപ്പോൾ IRGC ലംഘിച്ചിരിക്കുകയാണ്. അതായത് ഹോർമുസ് അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കടന്നിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലായിക്കൊള്ളൂ, ഞങ്ങളുടെ രീതി വേറെയാണ് എന്നാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. US ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യം അടച്ചത്. എന്നാൽ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവില്ല എന്ന് US വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുന്ന തുടർ ചർച്ചകളെപ്പറ്റി ആശങ്ക ജനിപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലെബനനിൽ 47 പേർ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ US-ഉം ഇസ്രയേലും നടത്തിയ വിശ്വാസവഞ്ചനയാണെന്നും ഹോർമുസ് അടയ്ക്കുകയാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചത്. അതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ പറയുന്നു. ബാരിഷ് നഗരത്തിലെ 3 നില ഫ്ളാറ്റ് സമുച്ചയത്തിന് നേരെയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. സംഘർഷം അവസാനിപ്പിച്ച ധാരണാപത്രം അനുസരിച്ച് ലെബനൻ ഉൾപ്പെടെ മേഖലകളിൽ സായുധ ഗ്രൂപ്പുകളും സഖ്യകക്ഷികളും സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കാളിയല്ലാതിരുന്ന ഇസ്രയേൽ ലെബനനിലെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കുന്നതിനെ എതിർക്കുകയാണ്. വെടിനിർത്തൽ കരാറിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിലും ഭൂമി പിടിച്ചെടുക്കാനോ അധിനിവേശം വ്യാപിപ്പിക്കാനോ ഉള്ള ഇസ്രയേലിന്റെ ഏത് ശ്രമത്തെയും പ്രതിരോധിക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. US ഇറാൻ താൽക്കാലിക യുദ്ധ ഉടമ്പടി ശാശ്വതമായ സമാധാന കരാറാക്കി മാറ്റാനുള്ള ചർച്ചകൾ തുടരുമ്പോൾ മറ്റൊരു വഴിക്കൂടെ ഇസ്രയേലും അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡും ഒക്കെ പശ്ചിമേഷ്യ വീണ്ടും കത്തിക്കുകയാണ്. തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കട്ടായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റും പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയായിരുന്നു നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ലെബനനിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിന്മാറ്റം സമാധാന കരാറിലെ പ്രധാന നിബന്ധനകളിൽ ഒന്നാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് ഇസ്രയേൽ കടുപ്പിക്കുന്നു. തെക്കൻ ലെബനനിൽ സുരക്ഷ നിലനിർത്തേണ്ടതുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്നിടത്തോളം കാലം അവിടെ നിന്ന് നമ്മൾ പിന്മാറരുതെന്ന് നെതന്യാഹു വ്യക്തമാക്കിയത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യയിലെ റിഫൈനറികൾ. അതിനെല്ലാത്തിനും കൂടി ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഹോർമുസിൽ ഇറാൻ സൈന്യം വീണ്ടും കൈവച്ചതോടെ. ജൂണിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ വലിയ വർധന ഉണ്ടായതായി PTI റിപ്പോർട്ട് ചെയ്തു. മാരിടൈം ആൻഡ് കമ്മോഡിറ്റി ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലർ നൽകിയ വിവരങ്ങൾ പ്രകാരം ജൂൺ 19 വരെയുള്ള കണക്കനുസരിച്ച് പ്രതിദിനം ശരാശരി 2.66 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു. മേയിൽ ഇത് പ്രതിദിനം 1.91 ദശലക്ഷം ബാരലായിരുന്നു. ഇതോടെ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ മാറി. ജൂൺ 19 വരെയുള്ള കണക്കുകൾ പ്രകാരം UAEയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 6,36,000 ബാരലായിരുന്നു. മെയ് മാസത്തിലെ റെക്കോർഡ് ഇറക്കുമതിയായ 6,44,000 ബാരലിനേക്കാൾ താഴെയാണിത്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകുന്ന രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയും 4ാമത്തെ രാജ്യം വെനസ്വേലയുമാണ്. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി മെയ് മാസത്തിലെ 2,52,000 ബാരലിൽ നിന്ന് പ്രതിദിനം 91,000 ബാരലായി കുത്തനെ ഇടിഞ്ഞു. ലോകത്തിലെ 3ാമത്തെ വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരായ ഇന്ത്യ ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയ്ക്കായി ഗൾഫ് മേഖലയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. US-ന്റെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെയാണ് ഈ റൂട്ടിലൂടെയുള്ള വിതരണം തടസ്സപ്പെട്ടത്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഈ പാത സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി മാർഗമാണ്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 88%, പ്രകൃതിവാതകത്തിന്റെ പകുതിയോളവും, LPGയുടെ 65% ഇറക്കുമതി ചെയ്യുകയാണ്. ഈ പ്രതിസന്ധിക്ക് മുൻപ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പകുതിയും LNGയുടെ 2/3, LPGയുടെ 90% ഗൾഫ് മേഖലയിൽ നിന്നായിരുന്നു. US-ഇറാൻ കരാറിന് ശേഷം ഇന്ത്യയുടെ 3 എണ്ണ ടാങ്കറുകളും ഒരു LNG വാഹിനിയും വിജയകരമായി ഹോർമുസ് കടന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. റഷ്യ നൽകുന്ന മികച്ച ഡിസ്കൗണ്ടുകളും ഇന്ത്യൻ റിഫൈനറികളുടെ സ്ഥിരമായ ആവശ്യകതയും കാരണം ജൂൺ മാസത്തിലെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം 2.35 ദശലക്ഷം ബാരൽ കടന്ന് പുതിയ റെക്കോർഡ് കുറിച്ചേക്കാം. ഹോർമുസ് പാത സാധാരണ നിലയിലായാലും സാമ്പത്തിക നേട്ടവും സുരക്ഷയും പരിഗണിച്ച് റഷ്യൻ വിതരണം ഇന്ത്യയുടെ ഇറക്കുമതിയിൽ പ്രധാന പങ്കായി തുടരും. ഗൾഫ് സപ്ലൈ കുറഞ്ഞത് പരിഹരിക്കാൻ ഇന്ത്യൻ റിഫൈനറികൾ മാർച്ച് മുതൽ വെനസ്വേലയിൽ നിന്നും വാങ്ങൽ കൂട്ടിയിട്ടുണ്ട്. ജൂണിൽ വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 3 ലക്ഷം 4 ലക്ഷം ബാരലായി കണക്കാക്കുന്നു. LPG വിതരണത്തിലുണ്ടായ തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒപ്പിട്ട ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇന്ത്യയുടെ പ്രധാന LPG വിതരണക്കാരായി മാറിയിരുന്നു. ദൂരം കൂടുതലായതിനാൽ ഇതിന് ചരക്കുകൂലി കൂടുതലാണ്. ഹോർമുസ് സാധാരണ നിലയിലാകുന്നതോടെ ഗൾഫ് വിതരണക്കാർ വിപണിയിലെ തങ്ങളുടെ പങ്ക് തിരിച്ചുപിടിക്കുമെങ്കിലും ഇന്ത്യയുടെ വിതരണ സ്രോതസ്സുകൾ മുൻപത്തേക്കാൾ വിപുലമായി തന്നെ തുടരും. റഷ്യ, ബ്രസീൽ, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാങ്ങലും ഒമാൻ, നൈജീരിയ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള LNG വാങ്ങലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് തുണയായി. ഹോർമുസ് തുറക്കുന്നത് ചരക്കുകൂലി കുറയ്ക്കാനും വിതരണ റിസ്ക് ഇല്ലാതാക്കാനും ആഗോള ഊർജ്ജ വില നിയന്ത്രിക്കാനും സഹായിക്കുമെങ്കിലും കപ്പൽ കമ്പനികൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും ഈ പാതയിലുള്ള വിശ്വാസം പൂർണ്ണമായി വീണ്ടെടുക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.